ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാമോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ വിശേഷം രാവിലെ ചായ ഒക്കെ കുടിക്കുകയാണ്. ഇന്ന് എന്നാ പറയുന്നത്, സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. ഇന്ന് എനിക്ക് ശരിക്കൊരു പണി കിട്ടി. ഇന്നലെ ശരിക്കൊരു പണി കിട്ടിയിട്ടിരിക്കുക. എന്നറിയോ, നമ്മുടെ ഉഷമ്മയുടെ മാളൂട്ടി ഉണ്ടല്ലോ, നമ്മുടെ തമ്പുരുക്കുട്ടിയുടെ അമ്മ, അവളൊരു പാട്ട് പാടി എനിക്കിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നാ ഇത് ഇന്നത്തെ വീഡിയോയുടെ ഇന്നിപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ ഫസ്റ്റ് ആ പാട്ട് കൊടുത്തു കേട്ടോ. നല്ല സീനറി കാണിച്ചിട്ട് കൊടുത്തു. പക്ഷേ രാത്രി ഞാനൊരു 10:30 ആയപ്പോഴത്തേനും എന്നാൽ വീഡിയോയുടെ എല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാമെന്ന് ഓർത്ത് നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തേക്കും. അവൾ നന്നായിട്ട് പാടിയതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് ഒരു ദിവസം സന്തോഷം പാടിയപ്പോഴും ഇങ്ങനെ വന്നായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ആക്കേണ്ടി വന്നു. ഞാൻ രാത്രി തന്നെ മെസ്സേജ് ഇട്ടു, നീ എനിക്ക് മുട്ടൻ പണിയാട്ടോടി തന്നത്. അയ്യോ, അതെന്നാ പറ്റിയത്. അപ്പം യൂട്യൂബ് അംഗീകരിച്ചു എന്നുള്ളതല്ലേ, നല്ല പാട്ടായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് സന്തോഷം തോന്നി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് രാത്രി തന്നെ ഇന്ന് എഡിറ്റൊക്കെ ചെയ്ത് ഇട്ടതാണ്. ഇനി നിങ്ങൾ മുമ്പോട്ട് ഇപ്പോൾ ഇടാൻ പോകുന്നത് കേട്ടോ. അതൊന്നുമല്ല, ഇന്ന് സൺഡേ സ്പെഷ്യലാണ്. കുറേ പരിപാടികളുണ്ട്. ഇന്നലെ എടുത്തു വെച്ച കുറച്ച് വീഡിയോ ഉണ്ട്. പക്ഷേ ഇന്നത്തെ നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ടതാണ്. ഇത് ഞാൻ നമ്മുടെ അവിടുന്ന് മേടിച്ച വളയാണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂർ പോയപ്പോൾ മേടിച്ച വള. ഞാൻ എല്ലാം ഊരി, ചെയിനും വളയെല്ലാം ഒന്ന് ഊരി വെച്ചു. കമ്മലുകളും കാര്യങ്ങളും ഒക്കെ മാറി, മൂക്കുത്തിയൊക്കെ ഒന്ന് മാറി. എന്നാന്നറിയോ, തൊഴിലുറപ്പിന് പോകുമ്പോഴത്തേനും ഇതെല്ലാം കൂടി ഇട്ടുകൊണ്ട് പോകുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ കല്യാണം വരെ കിടക്കട്ടെ എന്ന്, കല്യാണത്തിനും കൂടെ പോയിട്ട് പോരാന്ന്. എന്നാ എപ്പോഴും നമ്മൾ ആ കൊളുത്തിങ്ങനെ കത്തി ഊറ്റുമ്പോഴത്തേനും അതിന് ഡാമേജ് ആവും. അതുകൊണ്ട് അപ്പം ഇപ്പം ഇഷ്ടംപോലെ വളയൊക്കെ കിട്ടിയില്ലേ മാറി ഇടാനായിട്ട്. അയ്യോ എൻ്റെ ദൈവം, ഒത്തിരി സന്തോഷം കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം നമുക്ക് പോയി കണ്ടാലോ, വായോ. രാവിലെ ചുക്കിരി തൂക്കാൻ ഇറങ്ങിയേക്കുക കേട്ടോ. ഇതുണ്ട് ആ പിന്നെ ചില്ല കിളിയുടെയൊക്കെ അവിടെ എല്ലാം നിറച്ചതേ. ഇതുണ്ട് ഇവിടെയൊക്കെ അതെ എട്ടുകാലികളാണ്, നിറച്ച് കുഞ്ഞു എട്ടുകാലികൾ. അപ്പം ഞാൻ ചുക്കിരി ചൂലുമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. അവനെ എല്ലാം ഒന്ന് തൂത്ത് കൊല്ലട്ടെ. ഉണ്ട് അവിടെയൊക്കെ ഉണ്ട്, നിറച്ചുണ്ട് അതിലൊക്കെ ഓരോന്ന്. അവനെല്ലാം ഒന്ന് കൊല്ലട്ടെ, കാണിച്ചേരട്ടെ എങ്ങനെയാണിത്. ഇത് പിന്നെ ഏതായാലും ഒരു ഉപകാരമുള്ളതാണ് കേട്ടോ, ചേട്ടായി മേടിച്ച് തന്നേക്കുന്നത്. അത് വെച്ച് നമുക്കിങ്ങനെ കറക്റ്റ് ചേട്ടായുടെ പരിപാടി ചെയ്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ കൈക്ക് വേദനയാണ്. വഴക്ക് പറയും, വേണ്ടായിരുന്നു ഞാൻ ഇരിക്കുമ്പോൾ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞവർക്ക് ചേട്ടായിക്കും ഈയിടെയായിട്ട് എന്നും നടുവിന് വേദനയും കാര്യങ്ങളുമാണ്. അപ്പോൾ പിന്നെ അതിനെക്കൊണ്ട് ശല്യം ചെയ്യിപ്പിക്കണ്ടല്ലോ. രാവിലെ തുടങ്ങിയ പരിപാടി കേട്ടോ. ചവിട്ടി ഇതെല്ലാം എടുത്ത് കഴുകി പെറുക്കിയിട്ടു, കമ്പിളിയെല്ലാം ഉണങ്ങാനിട്ടു, ഡ്രസ്സൊക്കെ ഉണങ്ങാനുള്ളത് ഉണങ്ങിയിട്ടു. എന്നിട്ട് പേരയെല്ലാം തൂത്ത്, ചുക്കിരിയെല്ലാം തൂത്ത് ചുക്കിരിയെല്ലാം തൂത്ത് തുടച്ച് കേട്ടോ. അയ്യോ, നോക്കുമ്പോൾ ഒരു പണിയില്ലേ. എന്നാന്നറിയാം, ഞാൻ കുറേ ദിവസമായിട്ട് ഈ തൊഴിലുറപ്പിന് പോക്കല്ലേ, അതുകൊണ്ട് നമ്മുടെ വീടും എല്ലാം ഒരുമാതിരി ആയായിരുന്നു. പിന്നെ എല്ലാം തൂത്ത് തുടച്ച് അമ്മൂൻ്റെയൊക്കെ ബെഡ്ഷീറ്റ് മാറ്റിയില്ല, കാരണം ആരും കിടക്കുന്നില്ലല്ലോ. ജനലൊക്കെ തുറന്നിട്ട് സെറ്റാക്കി തൂത്ത് തുടച്ച്. അപ്പോൾ കുട്ടായി എനിക്ക് തന്ന സമ്മാനം ചെടി ഇവിടെ വെച്ച് കേട്ടോ. ഞാൻ ഇനി നമുക്ക് ഒരു വെള്ള കളറിലെ നല്ലൊരു പോട്ട് മേടിക്കാം, ചെടി മേടിക്കാം. എന്നിട്ട് ഇതേ ഇനി പെട്ടെന്ന് ഉണ്ടായിക്കോളൂടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടായി. അന്നേരം നമുക്ക് അതേന്ന് അടുത്തി വെക്കാം കേട്ടോ. വെയിൽ പൊള്ളിക്കല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തകത്ത് വെച്ചതാണ്. അന്ന് കോട്ടയത്ത് ചെന്നപ്പോൾ ഉണ്ടല്ലോ, മാളൂട്ടിയും ജിഷനും ഉഷമയും എല്ലാം കൂടെ ഞങ്ങൾ കോട്ടയത്ത് ചെന്നപ്പോൾ, പക്ഷേ അന്ന് കുറിച്ച് അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ. അന്നേരം എനിക്ക് ഓടിച്ച് തന്നതാണ്. അപ്പോൾ ഞാൻ പറയാം, എനിക്കൊക്കെ വേണ്ടി ഇത് കാണാൻ ഒരു ഭംഗിയില്ലെന്ന്. പക്ഷേ ഇതിന് ഭയങ്കര വില കേട്ടോ, ഇത് നല്ല ചെടിയാണ് കേട്ടോ. ജിഷൻ 2 കൊണ്ട് പിടിപ്പിച്ചെന്ന് തോന്നും. അപ്പം ഞാൻ എല്ലാം തൂത്ത് തുടച്ച് സെറ്റാക്കി. ഫുഡ് കഴിച്ചിട്ടില്ല, ചോറ് കഴിച്ചില്ല. ചോറ് കഴിക്കണം. ചോറ് കഴിക്കുന്നില്ല. ഇതേ തൈരൊക്കെ എടുത്ത് വെച്ച് ഇച്ചിരി സാലഡ് പോണൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല ചൂടാണ്, പിന്നെ പഴമൊക്കെ ഉണ്ട്, അതൊക്കെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്യാവശ്യം പണി കാര്യങ്ങൾ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി ചവിട്ടിയെല്ലാം ഏതാ സ്ഥലത്ത് കൊണ്ട് ഇടണം. കണ്ടോ, ഷീറ്റൊക്കെ മാറ്റി തുടച്ച് ജനൽ തുറന്നിട്ട്, അതാണ് മെയിൻ. ഈ ജനൽ തുറന്നിട്ടാണ് ഞാൻ ഈ മുറിക്കകത്ത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാന്നറിയോ, ഇവിടെ എല്ലാം അപ്പടി കയ്യാലേ, അപ്പം വല്ല പാമ്പും കയറുമെന്ന് എനിക്ക് പേടിയാന്നേ. ഇത് കണ്ടോ, ഇവിടെ മൊത്തം നമ്മുടെ ഈ കെട്ടിൻ്റെ അപ്പുറത്തോട്ട് മൊത്തം ഇങ്ങനെ കയ്യാലക്കെട്ടല്ലേ. അപ്പോൾ പാമ്പെങ്ങാനും കയറിയെങ്കിലോ എന്ന് പേടിയാണ്. അതുകൊണ്ട് ഈ ജനൽ തുറന്നാൽ ഞാൻ ഈ സമയം ഫുൾ ടൈം ഇവിടെ തന്നെ കാണും. അപ്പോൾ ഇനി ഇച്ചിരി തുണിയുണ്ട്, തേക്കും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇരിക്കുക. അപ്പോൾ കുട്ടായി എന്ന ചെടി നല്ല സൂപ്പറായിട്ട് ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചു. നല്ല രസമുണ്ടല്ലേ. എനിക്കിത് വേണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ചാനക്കുറിച്ച് തരാൻ നോക്കിയപ്പോൾ ഇപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനുണ്ടല്ലോ പണിയൊക്കെ കഴിഞ്ഞ് ചവിട്ടിയൊക്കെ അവിടെയൊക്കെ കൊണ്ടിട്ടേക്കുമായിരുന്നേ. അതെല്ലാം പിറക്കി ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചു വന്നു കേട്ടോ. പാമ്പാടിക്കാരനാണ്, ഇങ്ങനെ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരികയല്ലേ. അങ്ങനെ
എൻ്റെ ദൈവമേ എനിക്ക് വേണ്ട ഒന്നും വേണ്ട മോനെ ഒന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് പൊതിയെല്ലാം അഴിച്ച് ബാഗൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക ചേച്ചി ചെയ്തേലും ഓർമ്മ എടുക്കുക ചേച്ചി എന്ന് പറഞ്ഞാൽ ഈ കരിവെയിലെത്തി കുഞ്ഞുങ്ങളെ ഒരു കണക്ക് പറഞ്ഞാലേ അതുങ്ങൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ ഇങ്ങനെ വിടുന്നതാണ്. എൻ്റെ ദൈവമേ ഒരു കണക്കിന് പറഞ്ഞാൽ കഷ്ടം തോന്നി കേട്ടോ, പാവം തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ സാധനം എല്ലാം ഇവിടെ ഉണ്ട്, പിന്നെ നമ്മളെങ്ങനെ മേടിക്കും? എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ മോളി 2 വീടുണ്ടോ നീ നോക്കുന്ന സൂസം ചേച്ചി സാധാരണ എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന പിള്ളേരോട് മേടിക്കും കേട്ടോ. അവരെന്നെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പോയി ചോദിക്കും, ഒന്ന് അവിടെ പോയി നോക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടേ. അപ്പോൾ ഇൻറ്റുവിൻ്റെ അവിടെ കയറിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഉള്ള സാധനം തന്നെയാണ്, ഇങ്ങനെ വരുമ്പോൾ മേടിക്കും എല്ലാ വീട്ടുകാർ പോയി. പിന്നെ എനിക്ക് പാവം തോന്നി. എന്നിട്ട് ഞാനിവിടെ പുറത്തിറങ്ങി നോക്കിയിരിക്കുക അവൻ വരുന്നുണ്ടോ. അതെന്നാന്നറിയാം, അതിന് അവൻ്റെ ഒരു മീൻ വെട്ടുന്ന കത്രികയുണ്ട്, അതിന് 230 രൂപ. കടയിൽ പോയാൽ അത്രയും വിലയില്ല. പക്ഷേ എനിക്ക് ആ കൊച്ചിൻ്റെ നടപ്പും വെയിലും കൊണ്ടുള്ള നടപ്പ് കണ്ടിട്ട് എനിക്ക് പാവം തോന്നി കേട്ടോ. അപ്പോൾ സൂസമ്മ ചേച്ചി ഒന്ന് എന്തെങ്കിലും മേടിച്ചെന്ന് പറയുകയാണേ ഓക്കെ മോനെ എന്ന് പറയും. സൂസമ്മ ചേച്ചി ഒന്നും മേടിച്ചില്ലെന്ന് പറഞ്ഞാൽ അതെ ഞാൻ പൈസയും എടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. എന്നാന്ന് ചോദിച്ചാൽ ആ കത്രിക മേടിക്കാമെന്ന് വിചാരിച്ചു. കത്രിക എനിക്കുണ്ട്, അതിൻ്റെ മൂർച്ച മൊത്തം പോയിരിക്കുക. അപ്പോൾ ഞാൻ അതൊരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പം മേടിക്കാം അല്ലേ. പാവം തോന്നി ഇങ്ങനെ പിള്ളേരെ. ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളെ റാഗി ചെയ്ത് ഓരോ രീതി കൊല്ലുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഈ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പിള്ളേർ വരുമ്പോൾ എനിക്കൊരു സങ്കടമോ ഒരു വിഷമോ എനിക്ക് ഇങ്ങനത്തെ പിള്ളേരെ കാണുമ്പോൾ. അതുങ്ങളെ എന്തേരം കഷ്ടപ്പെട്ട ഒരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ടേ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ചില കുഞ്ഞുങ്ങൾക്ക് ദ്രോഹം. എന്തായാലും നമുക്ക് നോക്കാം. അവനെ കയറിപ്പൊട്ടിച്ചിന്നേരമായി ഇറങ്ങി വന്നില്ല. ഇറങ്ങി വരുവാണെങ്കിൽ സൂസം ചേച്ചി എന്തെങ്കിലും മേടിച്ചെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ മോനെന്ന് പറയാം. ഇല്ലെങ്കിൽ ഇത് മേടിക്കാം കേട്ടോ. ബാഗും ചുമന്ന് ആ കൊച്ചു പോകുന്നത് കണ്ടോ. സൂസം ചേച്ചി എടുത്ത് കേട്ടോ. ഞാനാ പറഞ്ഞു കേട്ടോ സൂസം ചേച്ചി എടുത്തോട്ട് എന്തേലും മേടിക്കും മോനെ ചെല്ലടാന്നും പറഞ്ഞോണ്ടേ. എന്നിട്ട് സൂസം ചേച്ചി എടുത്ത അമ്മ എടുത്തു, പാത്രം എങ്ങാണ്ട് എടുത്തത്. അപ്പം ഞാനെടുത്ത സാധനം കാണിക്കട്ടെ. അതെ ഇതാണ് ഞാൻ മേടിച്ചത്. 230 രൂപ കേട്ടോ. ഇത് കടയിൽ പോയാൽ അത്രയും വിലയൊന്നും കാണത്തില്ല. പക്ഷേ എനിക്ക് ഈ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരുമെന്നേ. ഇത്രയും വെയിലെന്ന് വെച്ചാൽ വെയിൽ, മഴയെന്ന് വെച്ചാൽ മഴ, അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഈ വായും ചുമന്നേ പാടല്ലേ. പിന്നെ എന്തേലും ആവട്ടെ എന്ന് ഓർത്തു. ഇതിന് MRP വന്നേക്കുന്നത് ഇത് 300 സംതിങ് കേട്ടോ. പക്ഷെ അത്രയും വിലയൊന്നും ഇല്ല. കടയിൽ പോയാലൊരു 150 രൂപയ്ക്കേ കാണത്തുള്ളൂ. എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തു. ഞാൻ കൊച്ചിനെ ഓർത്തെടുത്തതാണ്. നീലപ്പൊന്മാനാ ഇത്, നീലപ്പൊന്മാൻ. മുറുക്കപ്പാട് ചഞ്ചു ഉണ്ടോ. അവൾ നീലപ്പൊന്മാനെ പാടിയിട്ട് ക്യാമറ ഓണാന്ന് കണ്ടപ്പോൾ പാട്ട് നിർത്തി. അപ്പം ഞങ്ങൾ പണിത സ്ഥലം കാണിച്ചിട്ട് ഞങ്ങൾ റോഡ് തുടങ്ങി ഇങ്ങനെ പണിത് ഇവിടെ വരെ എത്തി കേട്ടോ. ഇവിടെ ഒരു അമ്മച്ചിയെ അടക്കിയേക്കുന്ന കേട്ടോ. പക്ഷെ അത് പറക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടിയേനെ. പക്ഷെ പറക്കാത്തതുകൊണ്ട് കിട്ടുന്നില്ല. ഉണ്ടോ ഞാൻ അതിൻ്റെ സൗന്ദര്യം അറിയാൻ പറ്റത്തുള്ളൂ. ആ ചുണ്ടൊക്കെ എളുപ്പമുണ്ട്. ഞാൻ പറഞ്ഞു ഇവരോടെല്ലാവരോടും ഈ അമ്മച്ചിയായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ ആത്മാവ് വന്നിരിക്കുന്ന നല്ല സുന്ദരി അമ്മച്ചിയായിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും വറന്ന് വിൽക്കാറ് അമ്മാവയുടെ അടുത്തോട്ട് വരൂ. അതിലും പിശാചാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇല്ലേ അയ്യോ അമ്മച്ചി അമ്മമ്മേ പറയുന്നത്, ഞാനല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? എന്നിട്ട് ദേ പറന്ന് വന്ന് എന്നാ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്നും പറഞ്ഞ് പറന്ന് ഇപ്പുറത്തോട്ട് വന്നിരുന്നു കേട്ടോ. അയ്യോടാ സുന്ദരിയാ. ഞാൻ എന്നാ പറഞ്ഞാലും പോകത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി അടുത്ത മരത്തെ പോയി ഇരിപ്പുണ്ട് കേട്ടോ. അത് പറക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു, പക്ഷെ പറക്കുന്നില്ല. പറക്കടി അയ്യോ പറക്കടി എന്ന് പറയില്ല. പറക്കമ്മച്ചി അമ്മച്ചി 90 വയസ്സെങ്ങാണ്ട് കഴിഞ്ഞ് മരിച്ചു പോയ അമ്മച്ചിയാ. സോറി, ഞങ്ങൾ അറിയാണ്ട് പറഞ്ഞു പോയതാ. പറക്കമ്മച്ചി പാട്. അതെ വീണ്ടും അത് അവിടെ തിരിച്ചു വിടുന്നത്. ആണ്ട് പറന്നു പോയില്ല ആണ്ടിരിക്കുന്നത്. അത് കണ്ടാ ഇത് ദൈവമേ അത് പോകത്തില്ല കേട്ടോ. ചുമ്മാ ഒന്നും തമാശ പറഞ്ഞല്ലോ കേട്ടോ. ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യം തന്നെയാ. പോയി നിങ്ങൾ എന്നെ കളിയാക്കുമല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങ് താഴെ പോയി. നല്ല രസം പറക്കുന്ന കാണാൻ. ആ കളറ് നീലപ്പൊന്മാൻ. ശരിക്കും ആ നീലപ്പൊന്മാൻ ഇവിടുന്ന് പോകുന്നില്ല കേട്ടോ. ഇതുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ, പോകുന്നേ ഇല്ല. അതിൻ്റെ കൂട് കാണുമായിരിക്കും ചിലപ്പോൾ ഈ ഇതിനകത്ത് എവിടെയെങ്കിലും. അതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അത് അവിടെ തന്നെ വന്നിരിക്കുക. പാവം അമ്മച്ചീനെ
പറഞ്ഞുകൊണ്ട് ഞങ്ങളിരിക്കുക അമ്മച്ചിയുടെ ആത്മാവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ടോ അയ്യോടാ നല്ല രസമുണ്ട്. പണിത് ഇട്ടിട്ടൊക്കെ ഞങ്ങൾ റോഡിൽ തുടങ്ങി പണിത് അതേ വീണ്ടും മരുതയിലോട്ട് തന്നെ വന്നു. മരുതയിലാണ് അതിൻ്റെ സ്ഥലമെന്ന് തോന്നുന്നു കേട്ടോ. മരുതല്ലേ അത്? ഞാൻ തൊഴിലുറപ്പിന് പോയിരുന്നുണ്ടല്ലോ. നമ്മുടെ മണിച്ചേച്ചിയുടെ അടുത്ത് നിന്ന് 2 കിലോ ഇഞ്ചിയും കൂടെ മേടിച്ച് അറ്റമ്മാൻ്റെ അടുത്ത് ചാണകം എടുത്തുകൊണ്ട് വന്നു. ലേഖ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മാവല എടുത്തുകൊണ്ട് വന്നു. മാവല എനിക്കകത്ത് വെക്കണ്ടേ, കൊന്നയിലക്കകത്തല്ല മോനെ എന്ന് പറഞ്ഞു കേട്ടോ. മാവലയ്ക്ക് എപ്പോഴും തണുപ്പാണ്. അപ്പം മുള നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അവിടെ നിന്ന് മാവലയും കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇവനെയും കൂടെ ചാണകം മുക്കി വെക്കാൻ പോവാം കേട്ടോ. നമുക്കിവനെ എടുത്ത്, ഇത് നാടൻ ഇഞ്ചിയാണ്. വലിയ ഒത്തിരി ഓവർ വലിപ്പമൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല, നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ അവനും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് നമുക്ക് മുക്കി നല്ലതായിട്ട് ചാണകം മുക്കി ആ ഇഞ്ചിയുടെ കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മാവലയിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ പാസ്സാക്കി. അതിന് മുമ്പേ ഇഞ്ചി വിത്തൊക്കെ ഒന്ന് മുക്കി വെച്ച് ചാണകമൊക്കെ ദേഹത്ത് പറ്റിയില്ലേ. അമ്മയെ സ്നേഹിക്കുന്ന ഒരു ചാണകത്തെ അറയ്ക്കത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചാണകം മിഴിയെ പറിക്കാത്തല്ലായിരുന്നു കിടക്കുന്നത്. ഞാനൊക്കെ മിഴുവായിരുന്നു കേട്ടോ വീട്ടിൽ. കരിയൊക്കെ പൊടിച്ചിട്ടിട്ട്, വിറക് കരി, തൊണ്ട് കരിയൊക്കെ പൊടിച്ചിട്ടിട്ട് അമ്മയ്ക്ക് കരികരാന്ന് കറുത്ത് കിടക്കണമായിരുന്നു. അങ്ങനെ അത് പറഞ്ഞ ഒരു കഥയുണ്ട് പറയട്ടെ. എന്നാന്ന് പറയട്ടെ. പണ്ട് നമ്മുടെ കോട്ടയത്തെ ശാന്തക്കൊഞ്ചിയുടെ അച്ചുക്കുട്ടനില്ലേ, അച്ചുക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമല്ലോ. അപ്പം ഇവിടെ ഉപ്പാറ വീട്ടിൽ വന്നിട്ട് അവരുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെ ആരാണ്ട് ഇങ്ങനെ വീടിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ഇങ്ങനെ ഇപ്പം നമ്മൾ ആരാണെങ്കിലും ചോദിക്കുകയല്ലേ, നിൻ്റെ ഇടുക്കി വീട് നല്ല വീടാണോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയല്ലേ. അങ്ങനെ ആരോ ചോദിച്ചപ്പോഴത്തേനും അവൻ പറഞ്ഞതെന്നറിയോ, ഞങ്ങളുടെ ഇടുക്കി വീടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്നാ, അച്ചുക്കുട്ടൻ്റെ കാര്യം അല്ലേ. അച്ചുക്കുട്ടൻ അവിടെ ചെന്ന് പാരാട്ടി ചോദിച്ചപ്പം പറഞ്ഞ എന്നാന്നറിയോ, ഞങ്ങളുടെ ഇടുക്കി വീട് നല്ല സൂപ്പർ വീടാണ്, നല്ല അടിപൊളി വീടാണ്. ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ കറുത്ത ടൈൽസ് ഇട്ടേക്കുന്നത്, കറുത്ത ടൈൽസ്, മൊസൈക്ക് കറുത്തതേ, ചാണകവും കരികട വിഴിയേക്കുന്നത് അമ്മ. അയ്യോ ഞങ്ങളത് പറഞ്ഞ് അവനൊരുമാതിരി അറിവാകുന്നോടം വരെ അവനെ ഇട്ട് കളിയാക്കുമായിരുന്നു, നിൻ്റെ കറുത്ത ടൈൽസ് ഇട്ട വീടത്. അപ്പം ചാണകമൊക്കെ ഞാൻ മുക്കി വെച്ചു. ഇപ്പോൾ ചാണകക്കഥ പറഞ്ഞപ്പോൾ ആ കഥ ഓർത്തില്ലേ, അച്ചുക്കുട്ടനെ ഓർത്തില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുക്കുമ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ ഓർക്കാനുള്ള കഥകൾ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ചാണകമൊക്കെ മുക്കി ഇഞ്ചിയൊക്കെ വെച്ചു. ഇച്ചിരി ചാണകപ്പാലുണ്ടായിരുന്നു, അത് കൊടിക്കൊക്കെ ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നേരെ പോയി കുളിച്ച് കഴിഞ്ഞിട്ടൊരു ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സതീശൻ ചേട്ടൻ അറിയുമ്പോൾ സതീശൻ ചേട്ടൻ ചോദിച്ചു എന്നാന്ന്. ഞാൻ ചായ കുടിക്കുമെന്ന് പറഞ്ഞു. സതീശൻ ചേട്ടൻ ഉപ്പാറയ്ക്ക് പോയാന്ന് തോന്നുന്നു. തന്നെ പണിത് ഏതായാലും വാർത്ത് ഇവിടെ വരെ കൊണ്ടുവരാറായി കേട്ടോ. കറണ്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചായയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുടിച്ചു കഴിഞ്ഞു. അന്നേരം ഓർത്ത വീഡിയോ എടുക്കാമെന്ന്. നല്ല കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ സിറ്റൂട്ടി വന്നിരുന്ന ഒരു ചായ കുടിയുണ്ട്. സത്യം പറഞ്ഞാൽ പിള്ളേരുള്ളപ്പോഴാട്ടോ ഇങ്ങനെ സിറ്റൂട്ടി വന്നിരുന്ന ഒരു ചായ കുടിയൊക്കെ. ഇന്ന് പക്ഷേ കറണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി വന്നാൽ. അപ്പം വേണ്ട കറണ്ട് വന്നു, ക്യാമറ ഓണായപ്പോൾ കണ്ടോ അതിനകത്ത് സംസാരം. അപ്പോൾ ചായ കുടി കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി എന്നാണെന്നറിയാം. ഇന്ന് രാവിലെ ഞാൻ ചെടിക്കും ഇതിനെല്ലാം വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇന്ന് വെള്ളം ഒഴിക്കണ്ട. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ കാലൊക്കെ ഒരുമാതിരിയായി, നഖമൊക്കെ ഒരുമാതിരിയായി. ഇതുണ്ടോ, തൊഴിലുറപ്പിന് പോയപ്പോഴത്തേനും ക്യൂടെക്സൊക്കെ പൊളിഞ്ഞും അങ്ങനെയൊക്കെ ഒരുമാതിരി ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ റിമൂവറൊക്കെ ഇട്ട് നെയിൽ പോളിഷൊക്കെ കളഞ്ഞിട്ട് ക്യൂടെക്സ് വിടാം അല്ലേ. കാറ്റാട്ടോ, ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. എവിടുന്നോ പറന്ന് വന്നേക്കുന്നത് അതേ പ്ലാസ്റ്റിക്കൊക്കെ. എനിക്കൊന്ന് സതീശൻ ചേട്ടൻ അവിടെ എവിടെയും പറഞ്ഞതിൻ്റെയാണ്. ഇത് എവിടുന്ന് വന്നു അതേ തമ്പുരാനേ മതി. കാറ്റ് പറത്തിക്കൊണ്ട് വന്നേക്കുന്നതുണ്ടോ. നമ്മളിവിടെ ഒന്നും സിമെൻറ്റ് ചാക്കില്ലായിരുന്നു, സിമെൻറ്റ് ചാക്ക. ഇത് പൊന്ന് ദൈവമേ, എന്താ പറന്ന് വന്നേക്കുന്ന. ഭയങ്കര വെയിലും അതിനപ്പുറം കാറ്റുമാണ് കേട്ടോ. അവിടുന്ന് കണ്ട് പറന്ന് വന്നേക്കുന്ന കേട്ടോ. സതീശൻ ചേട്ടൻ തന്നെയാണ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അതെ, ഇതുകൊണ്ട് ഇവിടെ എല്ലാം കാനയ്ക്കകത്തൊക്കെ ചാട്ടുണ്ട് കാറ്റടിച്ചിട്ട്. കാനയ്ക്കകത്ത് അതെടുത്ത് മാറ്റിയില്ലെങ്കിൽ അതും പ്രശ്നമാണ്. പിന്നെ വെയിലാന്ന് നോക്കിയേ, ഒന്നും പറയണ്ട. വെയിലും കാറ്റാണേ, ചില്ലറ കാറ്റല്ല ഉള്ളത്, ഭയങ്കരമായിട്ട് കാറ്റ് ഉണ്ടോ. കൊടുങ്കാറ്റ് ഒറ്റ കാറ്റിങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങടിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ 2-3 ദിവസം എടുത്ത വീഡിയോയാണ് ഇന്ന് ഇത് കേട്ടോ. 2-3 ദിവസം. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പിന് വെള്ളിയാഴ്ച പോയപ്പോഴത്തേതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ
അങ്ങനെ ഏതൊക്കെയോ സമയത്തൊക്കെ എടുത്തെടുത്ത് വെച്ചേക്കുന്ന വീഡിയോ എല്ലാം കൂടെ ഒരു മിക്സ്ഡ് വീഡിയോ ആണ് കേട്ടോ. കാറ്റുണ്ടോ? കാറ്റുമ്പതിനെ മുഖമൊക്കെ നമുക്ക് ഇങ്ങനെ വലിഞ്ഞിന്ന് പോലെ തോന്നും. ഇനിയിപ്പം വല്ല വാസ്ലീനും ക്രീമും ഒക്കെ തേച്ച് പരക്കകത്ത് തന്നെ ഇരിക്കണമെന്ന് തോന്നി. സാധാരണ ജനുവരി മാസത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റ് വരുന്ന, ജനുവരി വലിയ കാറ്റിലായിരുന്നു. ഇതിപ്പോൾ ഫെബ്രുവരി കഴിയാറായപ്പോഴത്തേക്ക് കാറ്റ് വരുന്നത് കേട്ടോ. നല്ല കാറ്റാണ്. പിന്നെ ഞാനേ ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം മുമ്പെടുത്ത വീഡിയോയും ഒക്കെ ഇതിനകത്തുണ്ട്. എല്ലാം കൂടെ ഒരു മിക്സ്ഡ് വീഡിയോ. ഞാൻ എന്നെല്ലാം കാണിച്ച് വീഡിയോ എടുത്തിട്ടിട്ട് ആരും കാണുന്നില്ലെന്നേ. നല്ല കാഴ്ചകളൊന്നും മനുഷ്യന് കാണണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി എന്നാ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്നാൽ യൂട്യൂബ് അങ്ങ് നിർത്തിയാലോ എന്ന് ഓർക്കുക. കാരണം വീഡിയോ എടുത്ത് ഇത്രയും പാടുപെട്ട് എഡിറ്റ് ചെയ്ത് കണ്ണ് നല്ല പ്രശ്നമാണ് എനിക്ക്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിനെ നോക്കിയിരുന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെ എന്നിട്ട് അതിനിടയ്ക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റോ ഒക്കെ കിട്ടി, സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടി അതിനെക്കാട്ടി ഇത് തലവേദന. അങ്ങനെ എല്ലാം ചെയ്തിട്ടിട്ടും പിന്നെ എനിക്ക് പൈസയും കയറുന്നില്ല, വ്യൂസും ഇല്ല, വാച്ച് അവറും ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇട്ടിട്ട് കാര്യമുണ്ടോ? പക്ഷെ എനിക്ക് നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യത്തില്ലേ? അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടുന്നത് കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിനും കുറവാന്ന് തോന്നുന്നു. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ര ഉള്ള ചാനലുകാർക്കേ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഒരുമാതിരിപ്പെട്ട ചാനലിനൊക്കെ വ്യൂസ് ഭയങ്കര കുറവാണ്. യൂട്യൂബുകാരും മടുത്തോ തരത്തില്ല, എല്ലാവർക്കും പൈസ കൊടുത്തു എന്താണെന്ന് വെച്ചാൽ കൂണ് മുളയ്ക്കുന്നവർക്ക് ഫുള്ള് യൂട്യൂബേഴ്സായി അല്ലേ. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എൻ്റെ ദൈവമേ, എന്നാലും എനിക്ക് 10,000 രൂപ മാസം വേണം എൻ്റെ 2 സംഘത്തിലും കൂടെ അടയ്ക്കണമെങ്കിൽ. അല്ലെ ഉഷേച്ചി എന്നെ പിടിച്ച് നിർത്തും, നമ്മുടെ പ്രീതി എന്നെ പിടിച്ച് നിർത്തും. രണ്ടിടത്തും കൂടെ ആ പൈസയ്ക്കെങ്കിലും ഒത്തില്ലെങ്കിൽ പടി വേണം. എന്തായാലും നോക്കാം അല്ലേ. ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. അപ്പോൾ എനിക്കത് കറണ്ട് ഇല്ല കേട്ടോ. എന്നാന്നറിയോ, ഇന്ന് മോട്ടർ അടിച്ചിട്ടില്ല, വോൾട്ടേജ് ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ മോട്ടർ അനങ്ങുന്ന പോലുമില്ല, വോൾട്ടേജേ ഇല്ല. അപ്പോൾ എപ്പം വെള്ളം തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഒരു പരിപാടി കാണിക്കണം. ഒരു കുറ്റി എവിടെയൊക്കെ പുറത്തിറക്കി വെച്ച് നല്ലതായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടേ ഒരു കുറ്റിക്കകത്ത് നിറച്ച് വെള്ളം പിടിച്ചിട്ട് വെക്കണം. എന്നാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യ സമയത്ത് ചിലപ്പം വെള്ളം ഇല്ലാണ്ടൊക്കെ ആയി പോകും തോന്നുന്നു. മോട്ടർ അടിക്കാൻ പറ്റത്തില്ല, കുഴൽക്കറ്റി നിറച്ച് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ 2-3 ദിവസത്തെ പരിപാടിയായി. ഇരിപ്പ് വോൾട്ടേജും ഇല്ല, വെള്ളം അടിക്കാനും പറ്റുന്നില്ല. അതൊരു വലിയ പ്രശ്നമാവും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഓരോ പണിയൊക്കെ ചെയ്തിട്ട് ചെന്നപ്പോൾ ഉണ്ടല്ലോ, 2 കോഴിയമ്മമാരും കൂടെ മുട്ടയിട്ട അവൾമാർ കൊക്കത്തില്ലേ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം കുത്തി പൊട്ടിച്ച് 2 അവൾമാരും. അപ്പം ഞാൻ ചെന്നപ്പോൾ 2 അവളുമാരും കൂടെ നല്ല കുശാലായിട്ട് കുത്തി കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ ചേട്ടായിട്ട് വിളിച്ചു പറഞ്ഞു, ചേട്ടായി വേണ്ടേ ഒരെണ്ണം കുത്തി കുടിക്കുന്നുണ്ട്. 3 ദിവസത്തേനേ ഉള്ളൂ 2 കിലോ തീറ്റ മേടിച്ചാലേ. അപ്പോൾ പറഞ്ഞപ്പോൾ എന്നോട് പറയല്ലേ, കുമാച്ചി സാരമില്ല എന്നെ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. കുമാച്ചിച്ചി പറഞ്ഞപ്പോൾ കുമാച്ചിച്ചി പറയാം, അതുങ്ങൾക്കും കാൽസ്യമൊക്കെ വേണ്ടേ, അതുങ്ങളും ഉച്ചി കുത്തി കുടിക്കട്ടെ, ഇച്ചിരി തൊലിയൊക്കെ തിരട്ടത്. ഇത് പറയേണ്ട പെറ്റ് കേസാണ് എല്ലാം കൊണ്ടും. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചേച്ചിയും പിള്ളേർ വിശാലും ഒക്കെ അവിടെ ഉണ്ട്. കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊരു സുഖമില്ല, ഒന്നും ചെയ്യാനായിട്ടൊരു മൂഡ് വരുന്നില്ല. ഞാനത് തുണിയൊക്കെ ഇച്ചിരി ഏറെ തേക്കാനുണ്ടായിരുന്നു, അതൊക്കെ കൂടെ ഒന്ന് തേച്ച് ഒതുക്കിയൊക്കെ വെക്കാം ഇന്ന്. എന്നിട്ട് നാളെ മുതൽ വീണ്ടും തൊഴിലുറപ്പുണ്ടല്ലോ, അപ്പോൾ അതിന് പോകണ്ടേ എന്നൊക്കെ ഓർത്ത് വലിയ കാര്യത്തിൽ ഇരുന്നിട്ട് ഒന്നും നടക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരു കാര്യങ്ങൾ കേട്ടോ. നമുക്ക് ആഗ്രഹിക്കാം അതങ്ങനെയാ ഇങ്ങനെയാ അതൊക്കെ, പക്ഷെ ഒന്നും നടക്കത്തില്ല. പിന്നെ ഞാൻ പോയി അക്കരെ കയറി പോയി മീൻ മേടിച്ചു കേട്ടോ. മീൻ മേടിച്ചു, അയലയും വേറെ പുതിയൊരു മീനും മേടിച്ചു. എന്നിട്ട് അയല വറക്കാനായിട്ട് ചേട്ടാക്കി പരട്ടി വെച്ചു. മറ്റേ ചുമലമീൻ മറ്റേ മീൻ ചുമല കറി വെച്ചു. പക്ഷേ ചേട്ടാക്കി കൂട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. മീൻ കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മത്തങ്ങാക്കറിയുണ്ട്, അല്ലെങ്കിൽ പിന്നെ കറിയുള്ള മാങ്ങ സമ്മന്തി അരച്ചതുണ്ട്, അത് കൂട്ടി തിന്നേണ്ടി വരും. ഇതല്ലേ ഒന്നുമില്ല, ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കും. എന്നാ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മീൻ ഇഷ്ടമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇച്ചിരി മീനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഇന്നത്തെ ഒരു പരിപാടി കലാശക്കൊട്ടൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി കറണ്ട് വന്നിട്ട് ഒന്ന് കുളിച്ച് അങ്ങനത്തെ കുറച്ച് പരിപാടികളും ഉണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുക കറണ്ട് വരാൻ വേണ്ടി. കറണ്ടുണ്ട്, വോൾട്ടേജ് ഇല്ല മോട്ടർ അടിക്കണമെങ്കിൽ. എൻ്റെ ദൈവമേ, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് ഈ വീഡിയോയ്ക്ക് വൈൻഡപ്പോടെ കൊടുക്കാം. ഞാൻ യൂട്യൂബ് നിർത്തണ്ടായെന്ന് നിങ്ങൾ പറയട്ടെ. നിങ്ങളൊക്കെ എന്നെ ഇത്രയും വരെ വളർത്തിക്കൊണ്ട് വന്നത്, നിങ്ങളെപ്പോഴൊക്കെ എന്നാ പറയുന്നത്, ഒത്തിരി നല്ല മനുഷ്യരെ കിട്ടിയത്, സുഹൃത്തുക്കളെ ആണെങ്കിലും ചേച്ചിമാരെ ആണെങ്കിലും ചേട്ടന്മാരെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഒക്കെ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ടാണ് കിട്ടിയത്. പിന്നെ എൻ്റെ ഒരു പരിധി വരെ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെടുത്തതൊക്കെ ഈ ചാനലിൽ കൂടെയാണ്. എന്തെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ, ഒരു മനുഷ്യ ജീവിയല്ലേ,
അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് സങ്കടവും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരികയല്ലേ. അങ്ങനെയൊക്കെ ഉള്ള 1/3% വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞാൻ മാറ്റി വെക്കുന്നത് നിങ്ങളോടൊക്കെ, നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്, നിങ്ങളെല്ലാവരും സംസാരിക്കുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലൊക്കെയാണ് നിങ്ങളുടെ കമൻസും മെസ്സേജുകളും ഒക്കെ ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നെ ഓരോ രീതിയിലും ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണാമല്ലോ. ഇന്നലെ ആണെങ്കിലും നിസ്സാരം നമുക്ക് വളയൊക്കെ കിട്ടിയില്ലേ, ബർത്ത്ഡേയുടെ ദിവസം പോലും അടുത്തില്ല. അപ്പം തന്നെ അങ്ങനെ ആണെങ്കിലും എന്നെ കുറേ അധികം ആൾക്കാർ പിന്നെ ഫോണിൽ കൂടെ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ. ഇന്നിപ്പം നമ്മുടെ തിരുവല്ലയിലെ സുച്ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് 1-2 ആഴ്ചയായി. അപ്പം ഞാൻ ഓർത്ത് എന്നാ പറ്റിയ തരത്തിലല്ലോ ചേച്ചിക്ക് വല്ല വയ്യാഴിയാണോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇന്നൊരു മെസ്സേജ് ഇട്ട് സുച്ചേച്ചി എന്നെ കൊണ്ട് വിശേഷം, കുറച്ച് ദിവസമായല്ലോ മെസ്സേജ് ഒന്നും കേട്ടില്ലല്ലോ, വോയിസ് ഒന്നും കിട്ടിയില്ലല്ലോ, ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതെ അപ്പം മോളെ തിരക്കാ, പിന്നെ മോള് വന്നിട്ടുണ്ട്, സിന്ധു തിരക്കാം, മോള് വന്നിട്ടുണ്ട്, ബിസി ആയതുകൊണ്ടാട്ടോ. എന്നാലും വീഡിയോസ് എനിക്ക് കാണാൻ സമയം കിട്ടുന്നില്ല, വീഡിയോസൊക്കെ പെൻഡിങ് ആയി. എന്നാലും ഞാൻ എന്നും എൻ്റെ സിന്ധുവിനെ ഓർക്കുന്നത്. അത് ആ ഒരു വാക്ക് നമുക്ക് കിട്ടിയത് ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ടല്ലേ, നിങ്ങളെപ്പോഴൊക്കെയുള്ള സ്നേഹിക്കുന്നവരെ കുറേ ആൾക്കാരെ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ചാനൽ നിർത്തി പൂട്ടിക്കെട്ടിയിരിക്കണമെന്ന് നിങ്ങൾ പറ കേട്ടോ. ഇത് മിക്കവാറും പൂട്ടിപ്പോകുന്ന ലക്ഷണമാണ് കണ്ടിട്ട്. കാരണം നമുക്ക് ഒരു വരുമാനം ഇല്ലെങ്കിൽ നമ്മളിത് കണ്ണും കളഞ്ഞിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എന്നൊക്കെ ചെയ്യണം, നിങ്ങൾ കാണണം കേട്ടോ. എന്നേലുമൊക്കെ ആട്ടേനെ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ട് പോവാ. അപ്പം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, ബെൽബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.